വടകരയ്ക്ക് പുറത്ത് മുല്ലപ്പള്ളി സജീവമാകുകയാണോ? ഞാൻ എല്ലാ കാലത്തും സജീവം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി മലബാറിൽ മാത്രമാണ് ഞാനുള്ളത്. ഞാൻ വളരെ ആക്റ്റീവാണ്. KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ ശേഷം ഞാൻ ഒരു ദിവസം പോലും പരിപാടിയിൽ നിന്ന് മാറി നിന്നിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ 2-3 പരിപാടികൾ അറ്റൻഡ് ചെയ്യാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല. നാളെയും വളരെ സജീവമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു മുന്നോട്ട് ഞാൻ മലബാറിലാണ് പ്രത്യേകമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, RV രാമകൃഷ്ണനെതിരെയുള്ള ഒരു വംശീയമായിട്ടുള്ള അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിൽ ഒരു അധിക്ഷേപം നടന്നിട്ടുണ്ട്. എന്താണ് RV രാമകൃഷ്ണൻ സഹോദരൻ നർത്തകനായിട്ടുള്ള RV രാമകൃഷ്ണനെ കുറിച്ച് നിറത്തിൻ്റെ പേരിൽ ഒരു അധിക്ഷേപം നടത്തി. കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ നർത്തകിയാണ് പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല. വർണ്ണവിവേചനത്തിനായിട്ട് പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ പാരമ്പര്യമുള്ള നാടാണിതെന്ന കാര്യം മറക്കരുത്. അപ്പാർത്തിനെതിരായിട്ട് സമരം നടത്തിയ ഗാന്ധിജിയുടെ നാടാണിത്, മനസ്സിലാക്കണം. ആ നാട്ടിൽ അത്തരമൊരു തരത്തിലുള്ള പ്രസ്താവന നടത്തുമെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യകരമെന്ന് മാത്രമല്ല അധിക്ഷേപാർഹമായൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് അവർ സമൂഹത്തോട് മാപ്പ് ചോദിക്കണം. ഒരു സ്ഥാനാർത്ഥിക്ക് വരെയായിട്ടും ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീചമായ തരത്തിലുള്ള സൈബർ അറ്റാക്ക് അത് നടക്കാൻ പാടില്ല, ശരിയല്ല. സൈബർ പടയാളികളെ വെച്ചുകൊണ്ട് ആരെയും അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ജനാധിപത്യ സമ്പ്രദായമല്ല, അത് രാഷ്ട്രീയ മാന്യതയില്ല, അതൊരിക്കലും അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ സൈബർ അറ്റാക്കിൻ്റെ ഒരു വ്യക്തിമാണ്. എന്നെ ഏറ്റവും അധികം സൈബർ അറ്റാക്ക് നടത്തപ്പെട്ട ഒരാളാണ്. പിന്നെ ഞാനിതൊക്കെ തന്നെ ഒരു ഗൗരവമില്ലാതെ എടുത്ത് അത് അവഗണിക്കുന്ന ഒരാളാണ്. എനിക്കത് പ്രശ്നമല്ല. പക്ഷെ പലർക്കും അത് താങ്ങാൻ സാധിക്കില്ല. അത്തരമൊരു സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാലും ഒരിക്കലും ഞങ്ങളത് അംഗീകരിക്കില്ല, അത് ശരിയുമല്ല. പ്രചാരണത്തിനിടെ കോവിഡ് കള്ളി എന്നുൾപ്പെടെയാണ് ടീച്ചറെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നിയമ നടപടിയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാനാണ് ടീച്ചർ. അത് കോവിഡ് കള്ളി എന്നുള്ള പ്രയോഗം തെറ്റാണ്. പക്ഷേ കോവിഡ് മഹാമാരി കാലത്ത് നടന്നിരിക്കുന്ന 1300 കോടി രൂപയുടെ അഴിമതി, ആ അഴിമതി ഞാനല്ല പുറത്തു കൊണ്ടുവന്നത്, കോൺഗ്രസും അല്ല. പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് കൃത്യമായ രേഖകൾ വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയണം. ഇനിയിപ്പോൾ അവരല്ല ഉത്തരവാദി മുഖ്യമന്ത്രിയെങ്കിൽ അവർ ഏകദേശം ആ രൂപത്തിലാണ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അത് കൃത്യമായിട്ട് അവർ പറയണം. അതിന് പറയാൻ ഒരു സ്ഥാനാർത്ഥി രൂപത്തിൽ അവർക്കെതിരായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അവർ പറയണം, ഞാനല്ല പ്രജാപതിയാണ് അതിന് ഉത്തരവാദി എന്ന് പറയേണ്ട രാഷ്ട്രീയമായ ആർജവബോധവും ആ നെഞ്ചുറക്കുമാണ് അവർ കാണിക്കേണ്ടത്. അതാണ് സത്യസന്ധത. ഞാനാണെങ്കിൽ പറയും, ആരുടെ മുമ്പിലും മുട്ടുമടക്കാതെ അഭിപ്രായങ്ങൾ പറയുക എന്നതാണ് ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകൻ്റെ ദൗത്യം അല്ലെങ്കിൽ കർത്തവ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നലെ എസ് രാജേന്ദ്രൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. ഒരു ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. രാജേന്ദ്രൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, സോറി.